ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻട്രോയും കാര്യങ്ങളൊന്നും ഇല്ലേ, ഡയറക്റ്റ് ആയിട്ട് ഞാൻ വീഡിയോയിലോട്ട് പോവേണേ. കിത്തുവിൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ കിത്തുവിന് ഒരു ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ആണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ശ്രീതേട്ടന് ജോലിയുള്ളതുകൊണ്ട് തന്നെ കിത്തുവിൻ്റെ ഡാൻസ് കാണാൻ ചേട്ടൻ വരില്ല കേട്ടോ. എന്നാലും അവൻ ചോദിക്കുന്നുണ്ട് ഡാൻസ് കാണാൻ വരുമെന്നുള്ളത്. രാവിലെ 11 മണിയാകുമ്പോഴത്തേക്കും കിത്തുവിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം തുടങ്ങുന്നത് 2:30-3 മണിയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ വീട്ടിൽ അവനെയും കൂടെ നിർത്തി ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണേ. സിനിമയിലെ ബേബി ബേബി ഡാൻസ് ആണ്. ഈ ഒരു സ്റ്റെപ്പൊക്കെ കിത്തു തന്നെയാണ് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ കിത്തുവിനെ രാവിലെ തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി സ്കൂളിലോട്ട് കൊണ്ടുപോവേണേ. സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി സ്റ്റേജിൽ കയറുമ്പോൾ കളിക്കോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തമ്പുരാന് മാത്രം അറിയാം. അവനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരിക. എൻ്റെ വീട്ടിലെ എല്ലാ ജോലികളും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഒരു 2:30-3 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ തിരിച്ച് സ്കൂളിലോട്ട് പോകുന്നത്. ഇതുപോലെ മുടി വാരി പിടിച്ച് വെച്ച് ഒരു ക്ലിപ്പ് വയ്ക്കുക, പിന്നെ ഐലൈനർ വെച്ച് ഒരു പൊട്ടിടുക. ഇതോടുകൂടി എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിത്തുവിനെ കൊണ്ടാക്കിയിട്ട് വരാം. കല്ലെടുത്ത് കണ്ട ഇതാണ് കേട്ടോ ശ്രീതട്ടൻ്റെ അമ്മ. ഇവനാണെങ്കിൽ എല്ലാ ജന്തുക്കളെയും പേടിയുള്ള കൂട്ടത്തിലാണ്. ഇതുപോലത്തെ കുഞ്ഞു ഐറ്റംസ് ആണെങ്കിൽ പോലും അവന് പേടിയാണ്. അവൻ അതൊന്നും തൊടയൂല്ലേ. ഡാൻസ് എണ്ണ അയക്കാൻ പാടില്ല, ഷാമ്പു. അങ്ങനെ ശ്രീതട്ടൻ്റെ അമ്മയിലത്തെ ഡാൻസിന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഒരു ഓട്ടോയിലാണ് കേട്ടോ സ്കൂളിലോട്ട് പോകുന്നത്. അതൊന്നുമില്ല, നീ പോ. അതാര് കിട്ടു? ആ പോകുന്നത് കിത്തുവിൻ്റെ ഫ്രണ്ടാണ്. ഇതാണ് കിത്തു എന്നോട് ആ കുട്ടിയുടെ അമ്മയുടെ അടുത്തും പറയുന്നത്. ടീച്ചേഴ്സ് ആണെങ്കിൽ ഓരോ കുട്ടികളെയും മേക്കപ്പ് ചെയ്ത് റെഡിയാക്കി നിർത്തിയിരിക്കണേ. അങ്ങനെ കിത്തുവിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരണം. അപ്പം വരണ വഴി ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, കാരണം നല്ല വെയിലായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഐസ്ക്രീം കുടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. കിത്തു സ്കൂളിൽ പോയപ്പോഴേ ചോറും കൂടെ കഴിച്ചിട്ടാണ് പോയത്. കാരണം സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് കഴിച്ചിട്ട് വേണം വരാൻ, അതിനുശേഷം സ്നാക്സ് എന്തെങ്കിലും സ്കൂളിൽ കൊടുത്തു വിട്ടാൽ മതിയെന്ന്. അങ്ങനെ വീട്ടിലെ ജോലികളെല്ലാം കംപ്ലീറ്റ് ആക്കി കുളിച്ചതിന് ശേഷം ഞാൻ സ്കൂളിലോട്ട് പോവേണേ. അങ്ങനെ ബസ്സിലാണ് കേട്ടോ ഞാൻ പോകുന്നത്. 2:15 സ്കൂളിൽ എത്തണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ 2:45 ഭാഗ്യത്തിന് പ്രോഗ്രാമും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. കിഡ്സോറ എന്നാണ് ഇവരുടെ ആനുവൽ പ്രോഗ്രാമിന് പേരിട്ടിരിക്കുന്നത്. ആ ഒരു കൊച്ചുകുട്ടി ഇംഗ്ലീഷ് പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും അതിശയത്തോടെയാണ് നോക്കി. എന്ത് നന്നായിട്ടെന്നറിയാമോ ആ കൊച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡാൻസിന് ശേഷം എൻ്റെ കിത്തുവിൻ്റെ ഡാൻസാണ്.
ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി നന്നായിട്ട് അവൻ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പുകയും ലൈറ്റും ഒക്കെ വരുമ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കുന്നത്, അല്ലെങ്കിൽ അവ ഓക്കെ ആയിരുന്നു. ഈ ഒരു ഡാൻസിന്റെ കുറച്ച് ക്ലിപ്പൊക്കെ എന്തായാലും നിങ്ങളും കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യണേ. പിന്നെ അവിടെ ചെറിയൊരു സ്റ്റാൾ പോലെ ഉണ്ടായിരുന്നേ, ഫ്രൂട്ടി ഐറ്റംസ്, പിന്നെ ലേസ്, ബിങ്കോ അങ്ങനത്തെ ഐറ്റംസും, പിന്നെ അതുപോലെ തന്നെ ചായ, വട, ബിസ്ക്കറ്റ്, ഐസ്ക്രീം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കിത്തു ആണെങ്കിൽ അപ്പൂപ്പൻ്റെ കൂടെ പോയിട്ട് ഫ്രൂട്ടി വാങ്ങിയണേ. കിത്തുവിന്റെ പെർഫോമൻസ് കണ്ടുള്ള ഒരു സന്തോഷമാണ് ഈ അമ്മയുടെയും കുഞ്ഞിയുടെയും മുഖത്തുള്ളത്. അതിനുശേഷം അവനൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ പോകുന്ന വഴിയിൽ അവൻ പറയുന്നുണ്ടായിരുന്നു അവന് മീൻ കാണണം, മീൻ വാങ്ങി തരണമെന്നൊക്കെ. അങ്ങനെ അപ്പൂപ്പനാണെങ്കിൽ നമ്മളെയും കൊണ്ട് മീൻ കാണിക്കാൻ വേണ്ടി പോവേണേ. നമ്മുടെ ഊക്കോട് വേവിളക്കോവിലിൻ്റെ ബാക്കിൽ ഒരു അക്വേറിയം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് മീൻ കാണാൻ വേണ്ടി പോവേണേ. ഇവിടെ വന്നാൽ നമുക്ക് മീനുകൾ വാങ്ങാനും പറ്റുവേ. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി മീനുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുവേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കിത്തുവിൻ്റെ ഡാൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ.